കാസർഗോഡ് ജില്ലയിൽ എൻഡോസൾഫാൻ സെൽ യോഗം ചേരാതെ സംസ്ഥാന സർക്കാർ. ജില്ലയിൽ സെൽ യോഗം ചേർന്നത് 2 വർഷം മുൻപാണ്. സെൽ യോഗത്തിന്റെ ചുമതലയുള്ള മന്ത്രി മുഹമ്മദ് റിയാസ് എൻഡോസൾഫാൻ രോഗികളെ അവഗണിക്കുന്നതായി പരാതിയുണ്ട്. മുഹമ്മദ് റിയാസ് ചുമതല ഏറ്റെടുത്തതിനു ശേഷം സെൽ യോഗം ചേരുന്നില്ല എന്ന് എഴുത്തുകാരൻ അംബികാസുധൻ മാങ്ങാട് 24നോട് പറഞ്ഞു. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള പെൻഷൻ മുടങ്ങിയതായും പരാതിയുണ്ട്. 24 ബ്രേക്കിംഗ്. കഴിഞ്ഞ 2 വർഷമായിട്ട് സെൽ യോഗം വിളിക്കുന്നതേയില്ല. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനാണ് ഈ സെൽ യോഗം വിളിക്കേണ്ട ചുമതല. പക്ഷേ ആ യോഗം നടക്കുന്നില്ല. അത് നടന്നില്ലെങ്കിൽ എൻഡോസൾഫാൻ ദുരിതബാധിതരായ ആളുകളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനോ അതിനു വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടാവാനോ അത് പരിഹരിക്കപ്പെടാനോ ഉള്ള എല്ലാ പഴുതുകളും അടഞ്ഞു പോകും. അതുകൊണ്ട് സെൽ യോഗം നടക്കാത്തത് വലിയ അനാസ്ഥയാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അരുൺ പാറയ്ക്കൽ വിവരങ്ങളുമായി. അരുൺ, എൻഡോസൾഫാൻ ഇരകളോടുള്ള അവഗണനയുടെ പല തരത്തിലുള്ള റിപ്പോർട്ടുകൾ നമ്മൾ ഇതിനു മുൻപൊക്കെ പുറത്തു കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ വരുന്ന വാർത്തയുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അനുജ, ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതരെ സംബന്ധിച്ച് അവരിപ്പോഴും നരകയാതന അനുഭവിക്കുന്നു എന്നതാണ്. ഒരു ഭാഗത്ത് സർക്കാരിൻ്റെ അവഗണന രൂക്ഷമായി തന്നെ നേരിടുന്നുണ്ട്. ഇപ്പോൾ ഉയർന്നു വരുന്ന ആരോപണം പല ഘട്ടങ്ങളിലും അവർക്ക് പെൻഷൻ മുടങ്ങുന്ന സാഹചര്യമുണ്ട്. ചികിത്സാ ചെലവൊക്കെ സർക്കാർ നൽകുന്ന ചികിത്സാ ചെലവൊക്കെ അതും മുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് 2 ദിവസം മുൻപ് ഒരു എൻഡോസൾഫാൻ രോഗി ദുരിതബാധിതയുമായി സംസാരിച്ച സമയത്ത് 4 മാസത്തിലധികമായി പെൻഷൻ കിട്ടിയിട്ട് എന്നൊരു അഭിപ്രായം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. ഇപ്പോൾ ഇതാ അംബികാസുധൻ മാങ്ങാട് തന്നെ തുറന്നു പറയുന്നു, 2 വർഷത്തിലധികമായി സെൽ യോഗം വിളിച്ചിട്ട് എന്ന കാര്യം പുറത്തു വരുന്നുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ സെൽ യോഗം വിളിക്കാനുള്ള ചുമതല പൊതുമരാമത്ത് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിനാണ്. മുഹമ്മദ് റിയാസ് ചുമതലയേറ്റെടുത്തതിന് ശേഷം ഈ സെൽ യോഗം വിളിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് അദ്ദേഹം നടത്തുന്നില്ല. അദ്ദേഹത്തിന് താല്പര്യമില്ലാത്ത പോലെയാണ് ഈ എൻഡോസൾഫാൻ ദുരിതബാധിതരോട് പെരുമാറുന്നത് എന്ന കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ജില്ലാ ഭരണകൂടവുമായി നമ്മൾ ഈ കാര്യം സംസാരിച്ചിരുന്നു. ആ സമയത്ത് ഇതിൻ്റെ ചുമതലയുള്ള ഡെപ്യൂട്ടി കളക്ടറും സൂചിപ്പിച്ചത് സെൽ യോഗം വിളിച്ചിട്ട് വർഷങ്ങളായി എന്ന് തന്നെയാണ്. കൃത്യമായി എത്ര എൻഡോസൾഫാൻ ദുരിതബാധിതർ ജില്ലയിലുണ്ട് എന്നതിൻ്റെ കണക്ക് പോലും ജില്ലാ ഭരണകൂടത്തിന് കൈവശം ഇല്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 6728 ഔദ്യോഗിക ലിസ്റ്റ് പ്രകാരമെങ്കിലും അത് കൃത്യമാണോ എന്നതുപോലും അറിയില്ല. 666 പേരെ മരിച്ച ശേഷം ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയെന്നൊക്കെ ജില്ലാ ഭരണകൂടം പറയുന്നുണ്ട്. പക്ഷേ അതിൽ എത്രത്തോളം പേർക്ക് ഇപ്പോഴും സഹായം ലഭിക്കുന്നുണ്ട് എന്ന കാര്യത്തിലൊക്കെ ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. അതുമാത്രമല്ല, കഴിഞ്ഞ ഒരു വർഷം 6 മാസം മുൻപ് തുടർച്ചയായി എൻഡോസൾഫാൻ ദുരിതബാധിതർ സമരം ചെയ്തതിൻ്റെ ഫലമായി 1031 പേരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിരുന്നു. പക്ഷേ ആ വാക്ക് പോലും പാലിക്കപ്പെട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ ഈ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ ഓഫീസിൽ, അതായത് ജില്ലാ കളക്ടറേറ്റിൽ ഈ കാര്യങ്ങളുമായി അന്വേഷിച്ച സമയത്ത് അങ്ങനെ ഒരു അറിയിപ്പോ ഉത്തരവോ അവർക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് ഡെപ്യൂട്ടി കളക്ടർ സൂചിപ്പിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി പറഞ്ഞ വാക്ക് പോലും പാഴ്വാക്കായി എന്നും ഈ എൻഡോസൾഫാൻ ദുരിതബാധിതരും അതുപോലെ തന്നെ സമരസമിതിയും ഒക്കെ പറയുന്നുണ്ട്. വീണ്ടും ഒരു സമരത്തിലേക്ക് കടക്കുകയാണ് ഈ എൻഡോസൾഫാൻ ദുരിതബാധിതർ. എന്തായാലും ഈ മന്ത്രി മുഹമ്മദ് റിയാസ് എത്രയും പെട്ടെന്ന് തന്നെ സെൽ യോഗം വിളിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തണമെന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. അനുജ.